ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഉച്ചരിക്കുന്ന ഈ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയന്നിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയാണല്ലോ അവർ പറയുന്ന വാക്ക് നിങ്ങൾ കേൾക്കുക. അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ അവിടത്തേക്ക് അവസാനമായി ബാധിച്ച ആ രോഗമുണ്ടല്ലോ, ആ രോഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദ നസാറാക്കൾക്കുമേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. അവരവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ഇത് പറഞ്ഞതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലൗലാ ദാലിക ലഉബ്രിസ ഖബ്റുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറ അന്നഹു ഖുശിയ അൻ യുത്തഖദ മസ്ജിദാ. മുൻകാലക്കാർ അവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആരാധനാ കേന്ദ്രമാക്കപ്പെടും എന്ന ഭയം കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ജനങ്ങൾക്ക് കാണുന്ന രൂപത്തിൽ പുറമേക്കാക്കപ്പെടാതിരുന്നത്. എന്താ കാരണം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ജനങ്ങൾക്കെല്ലാം കാണാവുന്ന രൂപത്തിൽ, എല്ലാവർക്കും കയറി വരാവുന്ന രൂപത്തിൽ, അത് പുറമേക്ക് കാണപ്പെടുന്ന രൂപത്തിൽ ആക്കപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ ഖബർ ജനങ്ങൾ ആരാധനാ കേന്ദ്രമാക്കുമെന്ന ഭയം കാരണത്താലാണ്. ഇന്നത് പുറമേക്ക് കാണിക്കാതെ ഉള്ള അവസ്ഥയിലായിട്ടാണ് ജനങ്ങൾ അവിടുന്ന് കാണിച്ചു വിട്ടുന്നത്. എന്തൊക്കെയാണ്? ചിലപ്പോൾ കാണാൻ ആൾക്കാർ ഖബറിന്റെ അടുത്ത് തന്നെ മൊബൈൽ എടുക്കാൻ. എന്തിനാ? നാട്ടിലുള്ള ഭാര്യനെ കേൾപ്പിക്കാൻ വേണ്ടി. റസൂലിനോട് പറയേണ്ടതൊക്കെ പറഞ്ഞോ എല്ലായിടത്തും വിളി വെക്കുക. പിന്നെ അവിടെ പോയിട്ട് മൊബൈൽ വെക്കുന്നത്. അവിടെ പോയാൽ ചില ആളുകൾ നോക്കണം നിങ്ങൾ, കഅബയുടെ മുൻപിൽ, മുസ്ലിമീങ്ങളുടെ ഖിബ്ലയായ കഅബയിൽ എത്തിപ്പെട്ട് അള്ളാഹുവിന് മുൻപിൽ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീർ പോലും വരില്ല. ചിലപ്പോ ഖബറിന്റെ അടുത്തങ്ങ് എത്തിയാലോ അവന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. എത്ര ആളുകളാണ് അവിടുത്തെ ചിലപ്പോൾ സെക്യൂരിറ്റി പിടിച്ചു മാറ്റുന്നത്. എന്താ അവിടുത്തെ ചെയ്യേണ്ടതെന്ന് ആൾക്കാർക്ക് അറിയുന്നില്ല. സഹോദര, നോക്കൂ നിങ്ങൾ, ഖബർ പുറമേക്ക് കാണിക്കാതിരുന്നിട്ട് ഇതാണ് അവസ്ഥ. ഇപ്പോഴും കാണാം എങ്ങനെയെങ്കിലും അവിടേക്കൊന്ന് നിസ്കാരം ആ ഭാഗത്തേക്കൊന്ന് ആക്കാൻ വേണ്ടി ചില കഷ്ടപ്പെടുന്നത് കാണാം. അവിടെ അങ്ങനെ നിസ്കരിക്കാൻ പറ്റില്ല. ഖിബ്ല അത് ഖബറിന്റെ നേരെ ആകുന്ന രൂപത്തിൽ ആ പരിസരത്ത് വരാൻ പറ്റൂല. എന്നാൽ വരെയും ആളുകൾ ചിലർ അറിയാത്ത രൂപത്തിൽ ഒന്ന് അങ്ങോട്ട് തിരിയാൻ നോക്കുന്നതാണ്, ഖബറിന്റെ അടുത്തേക്ക് തിരിയാൻ നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പുറമേ കാക്കപ്പെടാതിരിക്കുന്നതിനുള്ള കാരണമായി ആയിഷ റളിയല്ലാഹു അൻഹ ജാറങ്ങളോ മഖ്ബറകളോ ഉയർത്തിക്കെട്ടപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ വാക്കാണിത്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ നബിയല്ല, അവർ റസൂലല്ല, പക്ഷെ അവർക്ക് മനസ്സിലായി, അവർക്ക് ഈ കാര്യം മനസ്സിലായി. മുസ്ലിം ഉമ്മത്തിൽ ഈ പറഞ്ഞ പ്രശ്നം സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് അവർ മനസ്സിലാക്കിയിരുന്നു.